കടലിന്റെ മനോഹാരിതയിലാണ് ഇവിടെ സൂര്യോദയം. ബംഗാൾ ഉൾക്കടലിന്റെ തീരത്താണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. സൂര്യന്റെ രശ്മികൾ ആദ്യം പതിക്കുന്നത് ഇവിടുത്തെ ദേവാലയത്തിന് ഏറ്റവും മുകളിലെ കുരിശിലാണ്. അതുവരെ മറഞ്ഞിരുന്ന രൂപഭംഗി പതിയെ ദൃശ്യമായി വന്നു. ഓരോ പുത്തൻ ദിവസത്തെയും ഈ ദൃശ്യമാകുന്ന അനുപമമായ ഭംഗി നമ്മെ ഭക്തിയിലേക്ക് നയിക്കുന്നു. അതിന് തുടക്കമെന്നോണം പ്രഭാതത്തിൽ ഈ ദേവാലയ മണി മുഴങ്ങുന്നു. അത് ഈ പരിസരത്താകെ പ്രതിധ്വനിക്കുന്നു. അതോടെ ഈ ദേവാലയത്തിനുള്ളിൽ നിന്നും പരിലസിക്കുന്ന ഒരു ദിവ്യമായ അനുഭൂതി നാം പോലും അറിയാതെ നമ്മിലേക്ക് പറന്നിറങ്ങുന്നു. കാരണം നാം നിൽക്കുന്നത് അത്ഭുതങ്ങളുടെ കലവറയായ വേളാങ്കണ്ണിയിലാണ്. വേളാങ്കണ്ണി മാതാവ്, നമ്മുടെ ആരോഗ്യമാതാ. വേളാങ്കണ്ണി മാതാ തീർത്ഥാലയം സർവ മതക്കാരുടെയും ആത്മീയ ശുശ്രൂഷാ കേന്ദ്രമായിട്ടാണ് നിലനിൽക്കുന്നത്. യേശുദാസൻ ഇങ്ങനെ അരുളി ചെയ്തു, ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാവരെയും എന്നിലേക്ക് ആകർഷിക്കപ്പെടും. പരിശുദ്ധ കന്യകാമറിയം കുരിശിന്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് തൻ്റെ ആത്മീയ ശുശ്രൂഷ ദൗത്യം ഏറ്റെടുത്തു. ഈ തീർത്ഥാലയത്തിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും അമ്മയുടെ അത്ഭുത പ്രവർത്തനങ്ങളും വഴി യേശുക്രിസ്തുവിൻ്റെ തിരുവചനം ഇവിടെ അർത്ഥപൂർണമായിക്കൊണ്ടിരിക്കുകയാണ്. സ്വർഗത്തിൽ വലിയൊരടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ. അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ അമ്മയെയാണ് ഈ വചനത്തിലൂടെ തിരുസഭ വിശേഷിപ്പിക്കുന്നത്. നിത്യവും നമുക്കായി മാധ്യസ്ഥം നിൽക്കുന്ന നമ്മുടെ സ്വന്തം അമ്മ, സ്വർഗത്തിന്റെ രാജ്ഞിയായ പരിശുദ്ധ മാതാവ് നമ്മുടെ കഷ്ടതകൾ കരുതി വരുത്തുവാൻ 2 തവണ സ്വപുത്രനെ കൈകളിലേന്തി ഈ വേളാങ്കണ്ണിയിൽ പ്രത്യക്ഷപ്പെട്ടു. നമ്മുടെ വേളാങ്കണ്ണി മാതാവായ ഈ അമ്മയുടെ സങ്കേതത്തിലേക്ക് ഓടി വരുന്ന അനേകായിരങ്ങളുടെ അപേക്ഷകൾ ഒന്നുപോലും ഉപേക്ഷിക്കാതെ ഈ വേളാങ്കണ്ണിയിൽ എല്ലാവരുടെയും അമ്മയായി, തായയായി, രോഗികളുടെ ആരോഗ്യ മാതാവായി ഇന്നും ഇവിടെ വിളങ്ങുന്നു. രക്ഷാകര ചരിത്ര പ്രദർശന ഹാൾ. ബസിലിക്കയുടെ വലതുവശത്തായി ഈ ഹാൾ സ്ഥിതി ചെയ്യുന്നു. ഇവിടെ നമ്മുടെ പഴയ നിയമത്തിലെ പ്രധാന ഭാഗങ്ങളുടെ ചിത്രരചനകൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഈ ഹാളിൽ പ്രവേശിച്ചു കഴിയുമ്പോൾ ഏതാണ്ട് 1550 കാലഘട്ടത്തിൽ വേളാങ്കണ്ണിയിൽ പരിശുദ്ധ മാതാവിന്റെ പ്രത്യക്ഷീകരണം നടത്തിയ പഴയ കാലഘട്ടത്തിലേക്ക് നമുക്ക് പ്രവേശിക്കുവാൻ കഴിയും. ഇവിടുത്തെ അത്ഭുതങ്ങളുടെ ആരംഭത്തെക്കുറിച്ച് പറയുന്നത് 3 സംഭവങ്ങളിലൂടെയാണ്. നാഗപട്ടണത്തിന് അടുത്തുള്ള മാതാകുളത്തിനടുത്ത് ഒരു ഇടയ ബാലന് ലഭിച്ച ഒരു അത്ഭുതം പറഞ്ഞുകൊള്ളട്ടെ. ഇടയ ബാലൻ തൻ്റെ യജമാനന് പാൽപാത്രത്തിൽ പാലുമായി പോകുമ്പോൾ മാതാകുളത്തിനടുത്ത് ആൽമര ചുവട്ടിൽ വിശ്രമിക്കുമ്പോൾ ഒരു അത്ഭുത ദർശനം ഈ കുട്ടിക്കുണ്ടായി.
യജമാനന് പാലുമായി പോയ ഒരു ബാലന് മുൻപിൽ പരിശുദ്ധ അമ്മ തന്റെ പുത്രനുമായി പ്രത്യക്ഷപ്പെട്ട് തന്റെ കുഞ്ഞിന് പാൽ നൽകുമോ എന്ന് ചോദിച്ചു. ബാലൻ ആദരപൂർവം മാതാവിന് നൽകിയ പാൽ തന്റെ കയ്യിലിരുന്ന തന്റെ പുത്രനും നമ്മുടെ രക്ഷകനുമായ ഉണ്ണീശോയ്ക്ക് നൽകി. ഉണ്ണീശോ പാൽ കുടിച്ചതിനു ശേഷം മിച്ചം വന്ന പാൽ ആ ബാലന് തിരികെ നൽകി. അപരിമേയമായ സംതൃപ്തി ബാലന് അനുഭവപ്പെട്ടു. യജമാനൻ ശകാരിക്കുമെങ്കിലും എന്തും വരട്ടെ എന്ന് കരുതി ഈ ബാലൻ പാത്രത്തിൽ മിച്ചമുള്ള പാലുമായി യജമാനന്റെ മുൻപിലെത്തി. കാര്യമറിഞ്ഞ യജമാനൻ ക്ഷുഭിതനായി. പക്ഷേ പിന്നെ സംഭവിച്ചു തുടങ്ങിയത് നാട് മുഴുവൻ സാക്ഷിയായ അത്ഭുതമായിരുന്നു. ഏറെക്കുറെ കാലിയായിരുന്ന ആ പാൽപാത്രം നിറഞ്ഞു തുളുമ്പുന്നതാണ് എല്ലാവരും കാണാനിടയായത്. ഈ സംഭവം നാട് മുഴുവൻ വാർത്തയായി. കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ യജമാനൻ പിന്നെ ഒട്ടും വൈകാതെ ബാലന് പ്രത്യക്ഷപ്പെട്ട സൗന്ദര്യവതിയായ സ്ത്രീയെയും ദിവ്യ തേജസ്സുള്ള കുഞ്ഞിനെയും കണ്ടു വണങ്ങുവാൻ ബാലനെയും എടുത്തുകൊണ്ടോടി. നാഗപട്ടണത്തിനടുത്തുനിന്നും അണ്ണാപ്പിള്ള തെരുവിലുള്ള ആ കുളക്കരയിലേക്ക് ബാലൻ അയാളെ നയിച്ചു. മാതാവ് പ്രത്യക്ഷപ്പെട്ട ആ ദിവസം മുതൽ എല്ലാവരും അണ്ണാപ്പിള്ള തെരുവിലെ ഈ കുളത്തെ ആദരപൂർവം മാതാക്കുളം എന്നു വിളിച്ചു. പിന്നീട് ഒരിക്കലും വറ്റാതിരുന്ന ഈ കുളക്കരയിലേക്ക് തീർത്ഥാടകരുടെ നിലയ്ക്കാത്ത പ്രവാഹമായിരുന്നു. അത്ഭുത ഉറവയുള്ള മാതാക്കുളത്തെ പിൽക്കാലത്ത് ഈ കാണുന്ന രീതിയിൽ അമൂല്യമായി സംരക്ഷിക്കുവാൻ അധികൃതർ തീരുമാനിച്ചു. മാതാവ് പ്രത്യക്ഷപ്പെട്ട അത്ഭുത സ്ഥലത്ത് ഒരു ചാപ്പൽ നിർമ്മിച്ചു. ഈ കുളത്തിന്റെ പ്രത്യേകത കടലിനോട് വളരെ ചേർന്ന് കിടക്കുന്ന ഈ വേളാങ്കണ്ണി ഗ്രാമത്തിലെ മറ്റ് വെള്ളത്തിന്റെ സ്രോതസ്സുകളിൽ നിന്നും വ്യത്യസ്തമായി ഉപ്പുരസമില്ലാത്ത ശുദ്ധജലം കിട്ടുന്ന ഒരേ ഒരു സ്ഥലം ഈ മാതാവിന്റെ കുളമാണ്. ഇതിന്റെ വളരെ പ്രത്യേകമായിട്ടുള്ള ഒരു സംഭവം, ഇവിടെ വരുന്ന എല്ലാ തീർത്ഥാടകരും ഇവിടെ നിന്നുള്ള ജലം കുപ്പിയിൽ നിറച്ച് വീട്ടിൽ കൊണ്ടുപോവുകയും രോഗികൾക്കെല്ലാം കൊടുക്കുകയും അതോടുകൂടി രോഗശാന്തി ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. മറ്റ് മരിയൻ കേന്ദ്രങ്ങളിൽ നിന്നും വേളാങ്കണ്ണിയെ വ്യത്യസ്തമാക്കുന്ന ഒരു സംഭവമാണ് ഇവിടെ നമ്മൾ ഈ ഡെക്കറേഷൻ മാതിരി കാണുന്ന ചരടുകളും തൊട്ടിലുകളും. ഒരു നല്ല വിവാഹ പങ്കാളിയെ കിട്ടാൻ വേണ്ടി ആൾക്കാർ കൊണ്ടുവന്ന് കെട്ടുന്നതാണ് ഈ മഞ്ഞ നിറമുള്ള ചരടുകൾ. വിവാഹത്തിന് ശേഷവും 10-15 വർഷങ്ങൾക്ക് ശേഷവും കുട്ടികളുണ്ടാകാതെ എല്ലാ രീതിയിലുള്ള മെഡിക്കൽ ഹെൽപ്പും ഫെയിലാകുന്ന ഒരു സമയത്ത് ഇവിടെ വരികയും മാതാവിനോട് പ്രാർത്ഥിക്കുകയും അതിന് ഫലമായി അവർക്ക് സന്താനഭാഗ്യം ലഭിക്കുന്നതായ ധാരാളം കഥകൾ നമുക്കിവിടെ കേൾക്കാനുണ്ട്. അതിന് ഉദാഹരണമാണ് ഇവിടെ കാണുന്ന ഈ തൊട്ടിലുകളും ചരടുകളും.
വേളാങ്കണ്ണി ബസിലിക്കയുടെ മുൻവശത്തായി സ്ഥിതി ചെയ്യുന്ന മ്യൂസിയത്തിലാണ് നാം ഇപ്പോൾ. അത്ഭുത സാക്ഷ്യങ്ങളുടെ അതിവിശാലമായ ഒരു കലവറയാണെന്ന് വേണം ഈ ഇടത്തെ വിശേഷിപ്പിക്കുവാൻ. ഇതിൽ നിറയെ വിദ്യാഭ്യാസം മുതൽ ജീവിതത്തിലെ ഒട്ടുമിക്ക മേഖലകളിലും മാതാവിനോട് അപേക്ഷിച്ചതിന്റെ ഫലമായി കർത്താവിൽ നിന്ന് അത്ഭുതകരമായി സാധ്യമാക്കിയ സാക്ഷ്യങ്ങളും ഉപകാരസ്മരണകളുമാണ്. ഈ വലിയ മ്യൂസിയത്തിൽ ഇപ്പോൾ തന്നെ ഈ വർഷത്തെ അനേകായിരം ഉപകാരസ്മരണകളും ഫലകങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അത്രമേൽ അത്ഭുതങ്ങൾക്കാണ് ഇവിടം ദിനവും സാക്ഷ്യം വഹിക്കുന്നത്. വേളാങ്കണ്ണി ദേവാലയത്തെ 1771 മുതൽ ഒരു സ്വതന്ത്ര ഇടവകയാക്കിയതിന്റെ ചരിത്രവും ഇവിടുത്തെ ആദ്യ വികാരിയായ ഫാദർ അന്റോണിയോ ഡി റൊസാരിയോയെക്കുറിച്ചും പിൽക്കാലത്ത് തിരുസഭ നിയോഗിച്ച മെത്രാന്മാരെയും വൈദികരെയും ഇടവക പാരമ്പര്യത്തെയും ഒക്കെ ഇവിടെ ഈ മ്യൂസിയത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിൽക്കാലത്ത് ഇവിടം സന്ദർശിച്ച് പ്രാർത്ഥിച്ച പ്രമുഖരുടെ കൂട്ടത്തിൽ മദർ തെരേസയും ഉൾപ്പെടുന്നുവെന്നത് വേളാങ്കണ്ണിയിലെ ഈ മ്യൂസിയത്തെ വിലമതിക്കാനാവാത്ത മറ്റൊരിടം കൂടിയാക്കി മാറ്റുന്നു. ഇവിടുത്തെ രേഖകളിൽ ഇല്ലാത്ത മറ്റൊരു അത്ഭുതമുണ്ട്. ഈ ദേശത്തെയും ദക്ഷിണ ഭാരതത്തെയും ഒന്നാകെ ദുഃഖത്തിലാഴ്ത്തിയ, നനയ്ക്കാതിരുന്നപ്പോൾ സംഭവിച്ച ഒരു ദുരന്തത്തിന്റെ പശ്ചാത്തലം. 2004 ഡിസംബർ 26 ആഞ്ഞടിച്ച് ലോകത്തെ മുഴുവൻ ഞെട്ടിച്ച സുനാമി. അന്ന് ഞായറാഴ്ച ബസിലിക്കയിൽ 9 മണിക്കുള്ള മലയാളം കുർബാന തുടങ്ങിയതിനാൽ ഒട്ടുമിക്ക തീർത്ഥാടകരും ദേവാലയത്തിനുള്ളിലായിരുന്നു. അപ്രതീക്ഷിതമായി കടൽ ഉള്ളിലേക്ക് വലിഞ്ഞതായി ചിലർ സാക്ഷ്യപ്പെടുത്തി. അത് ഇന്തോനേഷ്യയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിനടുത്തട്ടിലുണ്ടായ 9.5 റിക്ടർ സ്കെയിലിലുള്ള അതിഭീകര ഭൂകമ്പത്തിന്റെ മുന്നറിയിപ്പായിരുന്നെന്ന് ആർക്കും മനസ്സിലായിരുന്നില്ല. ഇത് വന്നത് ആദ്യമായിട്ട് അറിയണത് ഒന്നാണ് കാണുന്നത്. അന്ന് പള്ളിയിൽ പോയി വന്നിരുന്നപ്പോൾ ഇങ്ങനെ സൗണ്ട് കേട്ടപ്പോൾ ഞാൻ എത്തി നോക്കുമ്പോഴാണ് ഇതിൻ്റെ വരവും കണ്ടത്. അത് ഒരുമാതിരി ഈ പാമ്പിൻ്റെ പടം എടുത്ത മാതിരിയാണ് ഇത് വന്നത്. അത് എങ്ങനെയാണ് എന്താണെന്നുള്ളതൊന്നും എനിക്കറിയില്ല. അങ്ങനെ വന്ന് വെള്ളത്തിലടിച്ച് ഞങ്ങളെ കൊണ്ടുകൊണ്ട് പോയി. എൻ്റെ പേരക്കുട്ടിയും എൻ്റെ മോളും ഞാനും എല്ലാവരും പോയി. അതിൽ മോളും പേരക്കുട്ടിയും വെള്ളത്തിൽ പോയി. എന്നെ അടിച്ചുകൊണ്ട് വന്ന് ഒരു ഇതിൽ കൊണ്ടുവന്ന് വീടിൻ്റെ അവിടെ കൊണ്ടുവന്ന് ഇട്ടേക്കായിരുന്നു. അവിടെ നിന്ന് ഒരാൾ ആരാ എൻ്റെ മരുമോനാണെന്ന് തോന്നുന്നു എന്നെ രക്ഷിച്ച് അവിടെ നിന്ന് കൊണ്ടുവന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ പള്ളിയുടെ മുകളിലായിരുന്നു താമസിച്ചിരുന്നത്. അവിടെ നിന്ന് കാരിക്കാല എവിടേക്കോ കൊണ്ടുകൊണ്ട് പോയി. അപ്പോഴൊക്കെ അടിപെട്ട് എനിക്ക് ഓർമ്മശക്തിയൊന്നും ഇല്ലായിരുന്നു. അവിടെ നിന്ന് വന്ന് നോക്കുമ്പോൾ എൻ്റെ മോളും ഇല്ല, എൻ്റെ മോക്കടെ മോളും ഇല്ല, പേരക്കുട്ടിയും ഇല്ല. അതിന് പറഞ്ഞ് ഞാൻ കരയും. അത് അവിടുന്ന് എൻ്റെ മക്കളെ ഒന്നും കണ്ടില്ല. പിന്നെ ഒരു ഫോട്ടോ ആണ് എനിക്ക് കിട്ടിയത്. ആ ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്, വെച്ചിട്ടുണ്ട്. സുനാമിയുടെ അലകൾ മറുവശത്തുള്ള നമ്മുടെ കേരളത്തിൽ ദുരന്തം വിതച്ചപ്പോൾ എത്രമാത്രം രൂക്ഷമായിട്ടായിരിക്കും ഈ കൊച്ചു വേളാങ്കണ്ണിയിലും അടിച്ചിട്ടുണ്ടാവുക എന്ന് ഈ ദൃശ്യങ്ങൾ നമുക്ക് വ്യക്തമാക്കി തരുന്നു. ഒരു നിമിഷം കൊണ്ട് ഇവിടുത്തെ സഹോദരങ്ങൾക്ക് ഉറ്റവരും ഉടയവരും എന്നേക്കും നഷ്ടപ്പെട്ട അനാഥരായി മാറി. വിങ്ങിപ്പൊട്ടുന്ന ഹൃദയവുമായി വിലപിക്കുമ്പോഴും എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ട അത്ഭുതം അതിശക്തമായി നാശം വിതച്ച സുനാമി തിരമാലകൾ പള്ളിമുറ്റത്ത് വന്നപ്പോൾ ശാന്തമാകുന്ന കാഴ്ചയാണ്. ഈ സംഭവം അമ്മയുടെ സാന്നിധ്യം ഇപ്പോഴും ഇവിടെയുണ്ടെന്ന് ബോധ്യപ്പെടുത്തുകയായിരുന്നു. അത് പലരെയും മാനസാന്തരത്തിലേക്ക് നയിച്ചു. ഈ തീർത്ഥാലയത്തിലെ ഏറ്റവും വലിയ ആത്മീയത കണ്ടുവരുന്നത് ത്യാഗപൂർണമായ പശ്ചാത്താപവും പരിഹാര ശുശ്രൂഷകളുമാണ്. അതിൽ ഏറ്റവും അനുഭവമായി നിൽക്കുന്നത് മുട്ടിന്മേൽ ഇഴഞ്ഞുകൊണ്ട് തങ്ങൾക്ക് വേണ്ടി അതിദാരുണമായി പീഡനമേറ്റ യേശുക്രിസ്തുവിനോട് താതാത്മ്യപ്പെടുവാൻ വേണ്ടി തങ്ങളുടെ ആ ശരീരത്തെ എളിമപ്പെടുത്തിക്കൊണ്ട് വേദനപ്പെട്ടു മുട്ടക്കെല്ലാം പൊട്ടി അവർ ഈ മുട്ടിന്മേൽ ഇഴയുന്ന പരിഹാര ശുശ്രൂഷ ഏറ്റവും കൂടുതൽ അംഗീകരിക്കപ്പെടുന്ന ഒരു പരിഹാര ശുശ്രൂഷയായി നിലനിൽക്കുന്നു. ഇത്രയേറെ തീക്ഷ്ണമായ പരിഹാര ശുശ്രൂഷകൾ
ഇവിടെ വരുന്ന ഒട്ടുമിക്ക തീർത്ഥാടകരും നിർവഹിക്കുന്നു എന്നത് വേളാങ്കണ്ണിയെ പിന്നെയും ആത്മീയ തലത്തിൽ വ്യത്യസ്തമാക്കുന്നു. കാഴ്ചയിൽ തോന്നുന്നില്ലെങ്കിലും ഏകദേശം 1 കിലോമീറ്റർ ദൂരമുണ്ടാകും മാതാക്കുളത്തിലേക്കുള്ള ഈ പരിഹാരപാതയുടെ ദൈർഘ്യം. കൂടാതെ ഈ പാതയോരത്ത് കുരിശിന്റെ വഴിചൊല്ലി അർപ്പിക്കാനുള്ള സ്ഥലവും സജ്ജീകരിച്ചിട്ടുണ്ട്. കർത്താവ് സഹിച്ച പങ്കുപാടിലും കുരിശുമരണത്തിലും കർത്താവിനൊപ്പം സഹനത്തെ സ്വീകരിക്കുവാൻ താനും തയ്യാറാണെന്ന് അമ്മയ്ക്ക് പ്രവൃത്തിയിലൂടെയുള്ള ഒരു ഉറപ്പ്. പകരം ജീവിതത്തിലുടനീളമുള്ള അമ്മയുടെ സാന്നിധ്യം നേടിയെടുക്കാൻ. വേളാങ്കണ്ണി ബസിലിക്കയുടെ പിന്നിലുള്ള രാജകീയ പാതയാണിത്. ബസിലിക്കയുടെ വടക്കുവശത്ത് 1/2 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് നാടുതിട്ട്. ഇവിടെ നിന്നും 16-ാം നൂറ്റാണ്ടിന്റെ അവസാനം നമ്മുടെ അമ്മയ്ക്ക് ആരോഗ്യമാത എന്ന പേര് ലഭിച്ചത് ഈ നാടുതിട്ടിലെ അത്ഭുതത്തിലൂടെയാണ്. ആരോഗ്യമാതാവ് എന്ന് പറയാനുള്ള കാരണം, മാതാവ് രണ്ടാമത് പ്രത്യക്ഷപ്പെട്ടത് ഇവിടെ പണ്ട് മോര് വിട്ടുകൊണ്ടിരുന്ന ഒരു കാലിന് സ്വാധീനമില്ലാത്ത ഒരു ബാലനായിരുന്നു. ആ ബാലൻ ഇവിടെ മോര് വിട്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം മാതാവും ഉണ്ണീശോയും കൂടെ ആ ബാലൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും അവനോട് കുറച്ച് മോര് മേടിക്കുകയും ചെയ്തു. അതിനുശേഷം മാതാവ് പാത്രം തിരിച്ചു കൊടുത്തിട്ട് അവനോട് നാഗപട്ടണം വരെ പോവുകയും അവിടെ പോയിട്ട് അവിടുത്തെ ഒരു ക്രിസ്ത്യാനി മനുഷ്യനോട് ഇവിടെ വന്ന ഒരു ആരാധനാലയം പണിയാൻ ആവശ്യപ്പെടുകയും ചെയ്തു. சிறுவனே எழுந்து நட. മാതാവിൻ്റെ ആവശ്യമനുസരിച്ച് ഈ ബാലൻ അത് സമ്മതിച്ചെങ്കിലും നടക്കാൻ സ്വാധീനമില്ലാത്തതുകൊണ്ട് അവന് ബുദ്ധിമുട്ടായിരുന്നു. ആ കാര്യം മാതാവിനോട് പറഞ്ഞപ്പോൾ മാതാവ് അവനോട് എഴുന്നേൽക്കാൻ ആവശ്യപ്പെടുകയും അവൻ്റെ അസുഖം പൂർണ്ണമായി സുഖമാക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഇവിടെ പ്രത്യക്ഷപ്പെട്ട മാതാവിനെ ആരോഗ്യമാതാവ് എന്ന് നമ്മൾ പറയുന്നത്. മാതാവ് പറഞ്ഞ ആ മനുഷ്യനെ കണ്ട് അയാളോട് ഇവിടെ ഒരു പള്ളി പണിയുന്ന കാര്യം മാതാവ് പറഞ്ഞതായിട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. അയാൾക്ക് വിശ്വാസം വരാത്തതുകൊണ്ട് ആരാണെന്നൊക്കെ അന്വേഷിച്ചെങ്കിലും ഈ ബാലന് ഈ പ്രത്യക്ഷപ്പെട്ട ആളെപ്പറ്റി ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം അവനൊരു ഹിന്ദു ബാലനായിരുന്നു. പക്ഷേ അവൻ ആ വീട്ടിലൊക്കെ നോക്കിയപ്പോൾ ആ വീട്ടിൽ ഇപ്പോഴിവിടെ നമ്മുടെ പീഠത്തിന് മുകളിലുള്ള ആ മാതാവിൻ്റെ സ്റ്റാച്യു അവിടെയുള്ള ഒരു രൂപമായിരുന്നു. ആ രൂപത്തെ കണ്ടപ്പോൾ ആ രൂപത്തിലുള്ള ഒരാളാണ് ഇവിടെ പ്രത്യക്ഷപ്പെട്ടതെന്നും അവൻ്റെ കാലിൻ്റെ അസുഖം സുഖമാക്കിയെന്നും ആ ബാലൻ പറഞ്ഞതനുസരിച്ച് അയാൾ ഇവിടെ വരികയും ഒരു ചെറിയ പള്ളി ഇവിടെ ഈ ഉയർന്ന പ്രദേശത്ത് പണിയുകയും ചെയ്തു.
അതായിരുന്നു ആദ്യത്തെ വേളാങ്കണ്ണി പള്ളി. എൻ്റെ ഭർത്താവ് മദ്യപാനത്തിലും കൂട്ടുകാരും കൂടി അടിച്ചു പൊളിക്കാൻ വേണ്ടിയായിരുന്നു വേളാങ്കണ്ണിയിൽ ഇത്രയും കാലം വന്നിരുന്നത്. ആ ഒരു വിഷമത്തിൽ പ്രാർത്ഥനയോടെ ഞങ്ങൾക്ക് എന്തെങ്കിലും ഇവിടെ സന്തോഷത്തോടെ വരുവാൻ സാധിക്കുമെന്നൊന്നും ഞങ്ങൾ ഓർത്തിട്ടുണ്ടായിരുന്നില്ല. 2011 നവംബർ മാസം 18-ാം തീയതി ഉള്ള യാത്രയിൽ ഒരു ഏറ്റവും വലിയൊരു ബസ് അപകടം എന്നുവെച്ചാൽ വയറ് മൊത്തം കീറിപ്പോയിട്ട് അതിൻ്റെ ഉള്ളിൽ ആന്തരികാവയവങ്ങൾ എല്ലാത്തിനും കേടുപാടുകളും മുറിവുകളും സംഭവിച്ച് കിഡ്നി ഒരെണ്ണം കട്ടായി. അപ്പോഴും ഇതെന്തിനു വേണ്ടി മാതാവേ എന്ന് മാത്രമേ ഞങ്ങൾ വിളിച്ചിട്ടുള്ളൂ. എന്നും മുടങ്ങാതെ മാതാവിൻ്റെ മുമ്പിൽ തിരികൾ കത്തിക്കുമായിരുന്നു. അണയാതെ തിരി കത്തിക്കുന്ന ഒരു കുടുംബമാണ് ഞങ്ങളുടെ. ഇപ്പം പുള്ളി പോയപ്പോഴും ഞാൻ പറഞ്ഞതായിരുന്നു. പക്ഷേ അപകടം നടന്ന് രാത്രി വെളുപ്പിന് 4 മണിക്ക് ഡോക്ടേഴ്സ് വിളിച്ച് പറയുമ്പോഴാണ് ഏറ്റവും ക്രിട്ടിക്കലാണ്, 5 മിനിറ്റത്തെ മിടിപ്പേ ഉള്ളൂ, ഇനിയൊരു രക്ഷ കിട്ടുമെന്നില്ല, കിട്ടിയാൽ തന്നെ കോമ സ്റ്റേജ് ആണെന്ന് അവർ തീർത്ത് പറഞ്ഞു. എറണാകുളം മെഡിക്കൽ സെൻ്ററിലെ ഡോക്ടേഴ്സിനെ വിളിച്ച് പറഞ്ഞ് ഞങ്ങളുടെ വീടുകൾ അയലന്തറ മൊത്തം പന്തൽ വരെയും ഇടാനായിട്ടുള്ള തീരുമാനങ്ങൾ, ഇടവകാരുമാർ വന്ന് പ്രാർത്ഥന. അവസാനം മധുര മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സും കൈയൊഴിഞ്ഞ മട്ടായിരുന്നു. എങ്കിലും ഞങ്ങൾ മാതാവിൻ്റെ മുമ്പിൽ എൻ്റെ അമ്മ ഈ മനുഷ്യൻ തിരിച്ച് തന്നെയെന്ന് പറഞ്ഞ് ഇതെല്ലാം നടന്ന് 4 മണിക്ക് ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ട് മധുരയിൽ ഞാനും എൻ്റെ മക്കളും ഹോസ്പിറ്റലിൽ വരുമ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞ് ഒട്ടും മനസ്സിലാകാത്ത രീതിയിൽ കംപ്ലീറ്റ് ഷേവ് എല്ലാം ചെയ്താണ് പുള്ളീനെ പുതപ്പിച്ച് കിടത്തിയേക്കണത്. ഡോക്ടേഴ്സ് ഞങ്ങളകത്ത് ICUലോട്ട് വിട്ടില്ല. അവിടെ നിന്ന് അച്ഛന്മാരെ വിളിച്ച് ഞങ്ങൾ പറഞ്ഞു അമ്മയ്ക്ക് അടിമ സമർപ്പിച്ചോ എന്ന് പറഞ്ഞു. ആ സമയത്ത് എൻ്റെ മകള് കൈ പിടിച്ച് ഡാഡിയുടെ കൈ പിടിച്ച് ഡാഡിക്കൊന്നും ഉണ്ടാവില്ല ഞങ്ങൾ പ്രാർത്ഥിക്കണുണ്ട് എന്ന് പറയുമ്പം അവളുടെ കൈ കിടക്കുന്ന കൊന്തമോതിരത്തിൽ വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരു ശ്വാസം പോലും അത് മിഷ്യത്തിൻ്റെ സഹായത്തോടെ ചെയ്യുന്ന ഈ മനുഷ്യൻ മോളുടെ കൊന്തമോതിരം ഇങ്ങനെ പിടിച്ച് തിരിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ മനുഷ്യൻ്റെ ഉള്ളിൽ കുറ്റബോധമുണ്ട്, തിരിച്ചു വരണം. ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിച്ച് എൻ്റെ മക്കളോടൊപ്പം തലക്കിലിരുന്നുകൊണ്ട് മാതാവെ തിരിച്ചു തരണേ, ഞങ്ങൾ ഒന്നിച്ച് പുതിയൊരു ജീവിതം അമ്മയ്ക്ക് മുമ്പിൽ വന്ന് കാണിച്ചു തരാമെന്ന്. 1 മാസത്തോളം ഞങ്ങൾ മധുര മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററായിട്ട് കഴിഞ്ഞു. അവിടെ നിന്ന് അമ്മ ഞങ്ങളെ രക്ഷപ്പെടുത്തും എന്നുള്ള വിശ്വാസത്തിൽ ആംബുലൻസ് വിളിച്ച് എറണാകുളത്തേക്ക് 1.5 ദിവസം എടുത്ത് യാത്രയായി എറണാകുളം മെഡിക്കൽ സെൻ്ററിലെ ഡോക്ടേഴ്സിന് മുമ്പിൽ കൊണ്ടുവന്നു. അപ്പോൾ വീട്ടിലിട്ട് ചികിത്സിച്ചാൽ മതി, കാരണം അനക്കാൻ പറ്റില്ല, ഷെയ്ക്കായാലും ബ്ലഡ് ക്ലോട്ടായിക്കൊണ്ടിരിക്കും. പ്രാർത്ഥന മാത്രമല്ലാതെ ഞങ്ങൾക്കൊരു വേറൊരു സഹായം ഉണ്ടായിരുന്നില്ല. ആകെയുള്ളൊരു ആശ്രയം ഈ മനുഷ്യനായിരുന്നു. 2 വിദ്യാർത്ഥികളായ മക്കൾ. അവിടെ നിന്ന് കിട്ടുന്ന ഞങ്ങളുടെ വർക്ക്ഷോപ്പിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം പ്രാർത്ഥനയും മാത്രം. അവിടെ നിന്ന് ഇപ്പോൾ ഈ അവസ്ഥയിൽ നടത്തി ഞങ്ങളിവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇനിയുമുണ്ട്. ഇത്രയും വലിയൊരു മുറിവ് ഏറ്റവും വടിപോലെ ആയ മനുഷ്യന് ഈ ലെവലിലാക്കി തന്നതും ഈ മുറിവ് ഇത്ര ഉണക്കി ഇതിപ്പോൾ 2 സ്റ്റിച്ചും കൂടി ഉണ്ട് ഇനി ഉണങ്ങാൻ നടത്തി ഞങ്ങളിവിടെ കൊണ്ടുവന്നിരിക്കണം അമ്മയ്ക്ക് സമർപ്പിക്കാൻ. എന്നും അമ്മയോടൊപ്പം ആയിരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴിയായി അത്ഭുതകരമായി കർത്താവ് ഈ മകനെ മരണക്കിടക്കയിൽ നിന്നും പിടിച്ചെഴുന്നേൽപ്പിച്ചതാണ്. ഒരു കാലത്തും ഈ കുടുംബം രക്ഷപ്പെടില്ല എന്ന അവസ്ഥയിലെത്തിച്ച കുടുംബനാഥന്റെ മാനസാന്തരത്തിലൂടെ മദ്യത്തിന്റെ ആസക്തി എന്നേക്കും ഉപേക്ഷിച്ചതിലൂടെ ഈ കുടുംബം ഇന്ന് രക്ഷ നേടിയിരിക്കുന്നു. ക്രിസ്തുവിന്റെ സമാധാനം പ്രാർത്ഥനയിലൂടെ എന്നും നിലനിർത്തുവാൻ ഇവർ ഇന്ന് ഒരുമിച്ച് പരിശ്രമിക്കുന്നു. മൂന്നാമത്തെ അത്ഭുതം വേളാങ്കണ്ണിയിൽ ദൈവനിശ്ചയം പോലെ സംഭവിച്ചത് ഈ ബംഗാൾ ഉൾക്കടലിലായിരുന്നു. വർഷം 1650. ബംഗാൾ ഉൾക്കടൽ ക്ഷുഭിതമായിരുന്നു. ആ സമയം ചൈനയിൽ നിന്നും സിലോണിലേക്ക് ഒരു പോർച്ചുഗീസ് ചരക്ക് കപ്പൽ പോകുന്നുണ്ടായിരുന്നു. കൊടുങ്കാറ്റിൽപ്പെട്ട കപ്പൽ വല്ലാതെ വെള്ളത്തിൽ മുങ്ങുമാറ് ആടിയുലയുന്നുണ്ടായിരുന്നു. ബംഗാൾ ഉൾക്കടൽ പോർച്ചുഗീസ് കപ്പലിനെ വിഴുങ്ങുവാൻ തയ്യാറെടുക്കുന്നത് പോലെ അവർക്ക് തോന്നി. എന്നാലും മനസാന്നിധ്യം കൈവിടാതെ അവർ കപ്പലിനെ നിയന്ത്രിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ടിരുന്നു. ചരക്ക് കപ്പലാണെങ്കിലും
അതിനുള്ളിൽ വിശിഷ്ടമായി ഇവർ കൂടെ കരുതിയിരുന്ന ഒരു രൂപവുമുണ്ടായിരുന്നു. സമുദ്രങ്ങളുടെ നക്ഷത്രമായ അമലോത്ഭവ മാതാവിന്റെ തിരുസ്വരൂപം. പോർച്ചുഗീസുകാർ ഓടിവന്ന് മാതാവിന് മുന്നിൽ പ്രാർത്ഥിച്ചു. സുരക്ഷിതമായി കരയിലെത്തിക്കുന്ന സ്ഥലത്ത് തങ്ങൾ മാതാവിനായി ഒരു ദേവാലയം പണിയാമെന്ന് നേരുകയും ചെയ്തു. അത്ഭുതമെന്ന് പറയട്ടെ, ഉടനെ കടൽ ശാന്തമാകുവാൻ തുടങ്ങി. സെപ്റ്റംബർ 8-ാം തീയതി വേളാങ്കണ്ണിയിൽ പോർച്ചുഗീസുകാർ എത്തി. അവിടെ എത്തിയപ്പോൾ നാഗപട്ടണത്തെ ഒരു ക്രിസ്ത്യാനി നിർമ്മിച്ച ഓലമേഞ്ഞ ദേവാലയമാണ് പോർച്ചുഗീസുകാർക്ക് കാണാൻ